ബിജെപിയുടെ ചാനൽ ബഹിഷ്കരണം ലംഘിച്ച സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണദാസ് പി നായർക്കെതിരെ അച്ചടക്ക നടപടി. പാർട്ടിയുടെ ആഹ്വാനം വകവയ്ക്കാതെ മാതൃഭൂമിയുടെ പ്രൈം ടൈം ന്യൂസിലാണ് ഇദ്ദേഹം പങ്കെടുത്തത്. ശബരിമല വിഷയത്തെ തുടർന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിവരുന്ന നിരാഹാര സമരം നാണക്കേടായോ എന്നതാണ് കഴിഞ്ഞ ദിവസം വേണു പ്രൈം ടൈം ന്യൂസിൽ ചർച്ച ചെയ്തത്. ചർച്ചയിൽ ബിജെപിയെ പ്രതിനിധീകരിച്ചാണ് അഭിഭാഷകനായ കൃഷ്ണദാസ് പങ്കെടുത്തത്. ഇക്കാര്യം ചാനലിൽ കാണിക്കുകയും ചെയ്തു. എന്നാൽ താൻ അഭിഭാഷകൻ എന്ന നിലയ്ക്കാണ് പങ്കെടുത്തതെന്ന് കൃഷ്ണദാസ് പറയുന്നു. പാർട്ടി നിലപാട് മറികടന്ന കൃഷ്ണദാസിനെ സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള സസ്പെൻഡ് ചെയ്തു. അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും BJP യുവമോർച്ച പ്രവർത്തകരുടെ അക്രമങ്ങൾ ചിത്രീകരിച്ച മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് മാധ്യമങ്ങൾ ശ്രീധരൻപിള്ളയുടെയും K സുരേന്ദ്രന്റെയും വാർത്താ സമ്മേളനങ്ങൾ ബഹിഷ്കരിച്ചിരുന്നു. തുടർന്നാണ് ചാനൽ ചർച്ചകൾ ബഹിഷ്കരിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. കനകദുർഗയും ബിന്ദുവും ശബരിമല ദർശനം നടത്തിയതിന്റെ അന്ന് BJP യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ അക്രമം ചിത്രീകരിച്ച കൈരളി ക്യാമറ വുമൺ ഷാജിലയെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഏഷ്യാനെറ്റ് റിപ്പോർട്ടറും ജന്മഭൂമി റെസിഡന്റ് എഡിറ്ററുമായ കുഞ്ഞിക്കണ്ണന്റെ മകളുമായ കോകിലയെ മർദ്ദിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് ഷാജിലയെ ആക്രമിക്കാൻ ശ്രമിച്ചത്. മറ്റു മാധ്യമപ്രവർത്തകർ ഇടപെട്ടാണ് ഷാജിലയെ അന്ന് രക്ഷപ്പെടുത്തിയത്. ദൃശ്യങ്ങൾ പകർത്താനെത്തിയ ക്യാമറാമാൻമാരിൽ ചിലരുടെ ക്യാമറ പിടിച്ചു വാങ്ങുകയും ചിലത് തറയിലിട്ട് പൊട്ടിക്കുകയും ചെയ്തിരുന്നു. ശബരിമല കർമ്മസമിതി പ്രവർത്തകരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഇതേ തുടർന്ന് അവർ മാപ്പ് പറഞ്ഞു. ശബരിമല യുവതി പ്രവേശനത്തിനെതിരെ BJP നേതാവ് ശോഭാ സുരേന്ദ്രനും മഹിളാ മോർച്ച പ്രവർത്തകരും പമ്പ ഗണപതി ക്ഷേത്രത്തിനടുത്ത് നാമജപം നടത്തിയപ്പോൾ എതിർക്കാതിരുന്ന കർമ്മസമിതിക്കാർ പമ്പയിൽ റിപ്പോർട്ടിംഗിന് പോയ ദേശീയ മാധ്യമങ്ങളിലെ അടക്കം വനിതാ റിപ്പോർട്ടർമാരെ ആക്രമിച്ചു, അസഭ്യം പറഞ്ഞു, ബസ്സിൽ നിന്നും മറ്റും ഇറക്കിവിട്ടു. ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടറെ സന്നിധാനത്തേക്കുള്ള യാത്രാമധ്യേ കല്ലെറിഞ്ഞു. ഇതിനു പുറമെ നിലയ്ക്കലും പമ്പയിലും RSS BJP പ്രവർത്തകർ നടത്തിയ അക്രമങ്ങൾ മാധ്യമങ്ങൾ തുറന്നുകാട്ടി. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോലും മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചു. തങ്ങൾ പറയുന്നത് പോലെ റിപ്പോർട്ട് ചെയ്യണമെന്ന് സംഘപരിവാർ പ്രവർത്തകർ ആക്രോശിച്ചു. ഇതൊക്കെ മാധ്യമപ്രവർത്തകർ സഹിച്ചു. ഏറ്റവും അവസാനമാണ് അവർ BJP നേതാക്കളുടെ വാർത്താ സമ്മേളനം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. അതോടെയാണ് BJP ചാനലുകൾ ബഹിഷ്കരിച്ചത്. CPM അനുകൂല മാധ്യമപ്രവർത്തകരാണ് തങ്ങളെ ബഹിഷ്കരിക്കുന്നതെന്ന് K സുരേന്ദ്രൻ ആരോപിച്ചു. 2 വർഷം മുമ്പ് ഏഷ്യാനെറ്റ് BJP നേതാക്കളുടെ മെഡിക്കൽ കോഴ അടക്കമുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. അന്ന് ഏഷ്യാനെറ്റ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. അതോടെ BJPയുമായി അകന്നു കഴിയുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു. ഇത്തവണ നിലപാടിൽ വരുത്തേണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ശബരിമല വിഷയത്തിൽ തുടക്കം മുതൽ ജനം TV ഒഴികെയുള്ള എല്ലാ ചാനലുകളും BJPക്കെതിരായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ശ്രീധരൻപിള്ളയെ പോലുള്ള നേതാക്കളുടെ വാർത്താ സമ്മേളനത്തിനിടെ ഏകപക്ഷീയമായ ചോദ്യങ്ങൾ ചോദിച്ച് അപമാനിക്കാനും ശ്രമമുണ്ടായെന്ന് ആക്ഷേപമുണ്ട്. അയ്യപ്പ ജ്യോതിക്കും രഥയാത്രയ്ക്കും മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ലത്രേ. എന്നാൽ വനിതാ മതിലിന് അമിത പ്രാധാന്യം നൽകി. അതിനാൽ മാധ്യമ പരിലാളനയില്ലാതെ പോകാനാണ് BJPയുടെ ഇപ്പോഴത്തെ തീരുമാനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.